നമസ്കാരം, ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഈ സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലെ രക്തോട്ടക്കുറവ് കാരണം കൊണ്ടുണ്ടാകുന്ന ഡാമേജിൻ്റെ രോഗലക്ഷണമാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്നുള്ളത്? അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ഉണ്ട്, അതാണ് ബി ഫാസ്റ്റ്. ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ BEFAST. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നുണ്ടാകുന്ന ബാലൻസിന്റെ പ്രശ്നം. അപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പെട്ടെന്ന് നോർമലായി നടക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആടി പോകുന്നു, വീഴാൻ പോകും, അല്ലെങ്കിൽ തലകറക്കം ഉണ്ടാകുന്നു. ഇതിനാണ് ബാലൻസ് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചയുടെ പ്രശ്നം, കണ്ണിന്റെ പ്രശ്നം. അപ്പോൾ എന്താ ഉണ്ടാവുക? രണ്ടായിട്ട് കാണുക, കാഴ്ച നഷ്ടപ്പെടുക, കാഴ്ച മങ്ങുക, കോങ്കണ്ണുണ്ടാവുക, അല്ലെങ്കിൽ ഒരു വശം കാണാതാവുക. പിന്നെ ഉള്ളത് എഫ് എന്ന് പറയുന്നത് എന്താ? ഫേഷ്യൽ ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ ഫേഷ്യൽ ഡീവിയേഷൻ, അതായത് മുഖം ഓടിപ്പോവുക അല്ലെങ്കിൽ മുഖം ഇങ്ങനെ ഇടിഞ്ഞിറങ്ങുന്ന ഒരവസ്ഥ. ഓക്കെ. പിന്നെ ഉള്ളതാണ് എ എന്ന് പറഞ്ഞാൽ എന്താ? ആം ആൻഡ് ലെഗ് വീക്ക്നെസ്, അതായത് കൈന്റെയും കാലിന്റെയും തളർച്ച. അതായത് കൈ കാൽ അനക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബലക്കുറവ് ഉണ്ടാകുന്നു. അതിനാണ് നമ്മൾ ആം വീക്ക്നെസ്, ലെഗ് വീക്ക്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് എസ് ഫോർ സ്പീച്ച് അബ്നോർമാലിറ്റി, അതായത് സംസാരത്തിന്റെ തകരാറ്, അതായത് സംസാരം കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ സംസാരം തിരിയാതെ വരിക, മനസ്സിലാകാതെ വരിക, അല്ലെങ്കിൽ അമിതമായി സംസാരിക്കുക. ഇതൊക്കെയാണ് സ്പീച്ച് പ്രോബ്ലം. പിന്നെ ഉള്ളതാണ് ടി എന്ന് പറയുന്നത് ടൈം. ഇറ്റ്സ് ടൈം ടു റീച്ച് ദ നിയർ ബൈ സ്ട്രോക്ക് ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണുകയാണെങ്കിൽ, ഒരെണ്ണമെങ്കിലും കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്ട്രോക്ക് ചികിത്സിക്കുന്ന ആശുപത്രിയിൽ എത്തണം. എത്ര മണിക്കൂറുണ്ടെത്തണം? 4.5 മണിക്കൂറുണ്ടെത്തണം. ഇത്രയാണ് സ്ട്രോക്കിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. നന്ദി, നമസ്കാരം.